കേരളത്തിൽ പൂട്ടിയിട്ട വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈയൊരു പ്രവണത കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിൽ നിന്നും ആളുകൾ വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവണത തുടങ്ങിയതാണ്. എന്നാൽ പണ്ട് പോയ ആളുകളിൽ ഒരു പരിധി വരെ പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ എങ്കിൽ ഇപ്പോൾ കാലം മാറി. പോയവരിൽ ഭൂരിഭാഗം ആളുകളും തിരിച്ചു നാട്ടിലേക്ക് വരുന്നില്ല, അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയാണ്. പല ആളുകളും ആർഭാട രീതിയിൽ പണം മുടക്കി വീട് പണി കഴിപ്പിക്കുന്നു. നമുക്കറിയാം, വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് ആഗ്രഹിച്ച രീതിയിൽ വീട് പണി പൂർത്തിയാക്കി ആളുകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഹൗസ് വാമിങ്ങും നടത്തി തിരിച്ച് ജോലി സ്ഥലങ്ങളിലേക്ക് തിരികെ പോകുന്നു. തുടക്കത്തിൽ എല്ലാ വർഷവും നാട്ടിൽ വരുന്ന രീതി തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ 1 വർഷമെന്നത് 2 വർഷമായി, 3 വർഷമായി, അങ്ങനെ കേരളത്തിലെ ആളുകൾ നാട്ടിൽ വരുന്നത് കുറച്ചുകൊണ്ടുവരുന്നു. വർഷങ്ങളോളം അടഞ്ഞു കിടക്കുന്ന എത്രയോ വീടുകളാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുക. നോക്കാനാളില്ലാതെ പുല്ലും കാടും പിടിച്ച് കണ്ടാൽ പ്രേതാലയം പോലെ തോന്നും വിധം അടഞ്ഞു കിടക്കുന്ന നിരവധി വീടുകളാണ് കേരളത്തിൽ ഇന്നുള്ളത്. 1950 മുതൽക്കേ കേരളത്തിൽ നിന്നും ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ കാലക്രമേണ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ എണ്ണം കൂടി വരാൻ തുടങ്ങി. കാലക്രമേണ 1995 ആയപ്പോഴേക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടി. പ്രത്യേകിച്ചും നഴ്സിംഗ് മേഖലയിൽ നിരവധി ആളുകളാണ് ജോലി തേടി വിദേശ രാജ്യത്ത് പോയിട്ടുള്ളത്. മറ്റ് ആരോഗ്യ മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിൽപ്പെട്ട ആളുകളും ജോലി തേടി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ്. 1995 മുതൽ 2005 വരെ ആയപ്പോഴേക്കും ഇരട്ടിയിലധികം ആളുകളാണ് വിദേശത്തേക്ക് ജോലി തേടി പോയിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ടേക്ക് കോടിക്കണക്കിന് സമ്പാദ്യമാണ് നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. 2005 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 2.5 ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യമാണ് ഗൾഫ് നാടുകളിൽ നിന്നും കേരളത്തിലെത്തിയത്. ഇതിനു പുറമെ മറ്റു രാജ്യങ്ങളിൽ നിന്നും സമ്പാദ്യം എത്തിയതോടുകൂടി വലിയ ഒരു മാറ്റമാണ് 2012 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ സംഭവിച്ചത്. പ്രത്യേകിച്ചും ഭവന നിർമ്മാണ രംഗത്താണ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 25% ഭവനങ്ങൾ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത്. 2011 കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 5 ലക്ഷം ഭവനങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. നഗരപ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 6 ലക്ഷത്തോളം ഭവനങ്ങൾ ആരോരുമില്ലാതെ അടച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിരവധി ഭവനങ്ങളാണ് മാസങ്ങളോളമായി അടച്ചിട്ടിരിക്കുന്നത്. പുതുതലമുറ ജോലി തേടി വിദേശ രാജ്യങ്ങളിലെത്തുകയും അവിടുത്തെ ജീവിത ശൈലിയോട് പൊരുത്തപ്പെട്ട് പിന്നീട് അവിടുത്തെ സുഖ സൗകര്യങ്ങളും മറ്റും ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അത്രയധികം മെച്ചപ്പെട്ടതാണ് വിദേശ രാജ്യങ്ങളിൽ. അതുകൊണ്ടൊക്കെ തന്നെ പല വീടുകളും ഇന്ന് ആരോരുമില്ലാതെ കാടും പുല്ലും പിടിച്ച് പ്രേതാലയമായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ആത്മാഭിമാനവും പദവിയും ഉയർത്തിപ്പിടിക്കാനായിട്ട് പണി കഴിപ്പിച്ച വീടുകൾക്ക് യാതൊരു പ്രയോജനവുമില്ലാതായി മാറുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ചും സ്റ്റുഡന്റ് വിസ എടുത്തു പോകുന്നവരാണ് അവിടെ ചെറിയൊരു കോഴ്സ് ചെയ്യുകയും തുടർന്ന് അവിടെ തന്നെ ഒരു ജോലിയും സംഘടിപ്പിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ. ഇക്കൂട്ടർക്ക് നാട്ടിലെ വീടോ സ്ഥലമോ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റുപറക്കി അവർ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഒരു വീട് മേടിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങളാൽ പല ഭാഗങ്ങളിലും വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കടൽ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പല വീടുകളിൽ നിന്നും ആളുകൾ ഇന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങളാണ് ഇതിന് കാരണം. പലപ്പോഴും കടല് കരയെടുത്തുകൊണ്ട് പോകുന്നതിനാൽ തങ്ങളുടെ വീട് എപ്പോൾ വേണമെങ്കിലും ഒലിച്ചു പോകാം എന്നൊരവസ്ഥയിൽ ആളുകൾ ഒഴിഞ്ഞ് മാറിപ്പോകുകയാണ്. വനമേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയവ മൂലം പല വീടുകളും ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. 2-3 മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയിലും ചൂരന്മലയിലുമുണ്ടായ അപകടം ആളുകളെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പലരും വീടുകൾ ഒഴിഞ്ഞ് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറി താമസിക്കുന്നു. അങ്ങനെ നിരവധി വീടുകളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നത്. വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം, വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന നിരവധി ആളുകളാണ്
അവിടുത്തെ താമസം ഉപേക്ഷിച്ച് മറ്റു പല മേഖലയിലേക്കും മാറി താമസിക്കാൻ നിർബന്ധിതരായി തീരുന്നത്. പ്രത്യേകിച്ചും ആനയുടെ ശല്യം രൂക്ഷമായതോടുകൂടി പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കാൻ തുടങ്ങി. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാറി കൊടാക്കഴം എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ ആനയുടെ കടന്നുവരവോടുകൂടി അപ്രത്യക്ഷമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടി നിരവധി ആളുകളാണ് വീട് വിട്ട് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നത്. വീടുകൾ വിൽക്കാനുള്ളവരുടെ എണ്ണം വളരെയധികം കൂടുതലും വീടുകൾ മേടിക്കാനുള്ളവരുടെ എണ്ണം വളരെ കുറവുമാണ്. 5 വർഷം മുമ്പ് സെന്റിന് 65,000 രൂപ പറഞ്ഞെടുത്ത് ഇപ്പോൾ വിൽക്കാൻ ചെല്ലുമ്പോൾ സെന്റിന് 40,000 രൂപ മാത്രമാണ് ലഭിക്കുന്നു. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ അവിടുത്തെ PR നൽകുന്നതോടുകൂടി മാതൃരാജ്യങ്ങളിലെ സ്ഥലങ്ങൾ പാടില്ല എന്നുള്ള നിയമം വരുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പല ആളുകളും വളരെ തുച്ഛമായ വിലയ്ക്ക് വരെ വീടുകൾ വിറ്റ് പോകുന്ന സാഹചര്യവും നിലവിലുണ്ട്. കേരളത്തിൽ ഭായിമാരുടെ കടന്നുവരവോടുകൂടി ചെറിയ തോതിലെങ്കിലും വാടക ഇനത്തിൽ പ്രാദേശിക ആളുകൾക്ക് മെച്ചമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. വീടുകൾ വിറ്റുപോകുന്നതും മറ്റും ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരപ്രദേശങ്ങളിലാണ് കൂടുതൽ സാധ്യത. കാരണം വാടക ഇനത്തിൽ നിക്ഷേപകർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പൂട്ടിക്കിടക്കുന്ന വീടുകളെ പുനർജീവിപ്പിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? സ്വന്തം ദേശത്ത് തൊഴിൽ ഉറപ്പാക്കുക, കാർഷിക വ്യവസായം, ടൂറിസം, IT മേഖല തുടങ്ങിയവയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ കേരളത്തിലെ യുവാക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ താല്പര്യം കുറച്ച് സ്വദേശത്തേക്ക് ജോലി ചെയ്യുന്ന തരത്തിലേക്കുള്ള അട്രാക്ഷൻ കൊണ്ടുവരിക. പുതുതായി ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുവാനുള്ള എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കുക. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലുള്ള മാർഗങ്ങൾ വഴി വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക. വീടുകളെ ഹോം സ്റ്റേ, ടൂറിസ്റ്റ് താമസ കേന്ദ്രം തുടങ്ങിയവയായിട്ട് മാറ്റുവാനുള്ള എളുപ്പ വഴി സൃഷ്ടിച്ചെടുക്കുക. നമുക്കറിയാം, കേരളത്തിൽ നിരവധി ടൂറിസ്റ്റുകളാണ് പ്രതിവർഷം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതുപോലുള്ള അടഞ്ഞുകിടക്കുന്ന വീടുകളെ പുനർജീവിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രവാസികളുടെ മടങ്ങിവരവിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അതിന് വിവിധ തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുക. യാത്രാ സൗകര്യങ്ങൾ, നിക്ഷേപ ബോണസുകൾ, പുനരധിവാസ പദ്ധതികൾ എന്നിവ വഴി പ്രവാസികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരിക. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേരളത്തിന് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. സാമൂഹികവും സാമ്പത്തികവുമായ വലിയ പ്രത്യാഘാതങ്ങൾ ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു. പ്രായോഗിക പരിഹാരങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ കേരളം വീണ്ടും വലിയ തോതിലുള്ള വികസനത്തിൻ്റെ പാതയിലേക്ക് തന്നെ വരും. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക്